2025 വിശുദ്ധ വർഷം ലോകം മുഴുവൻ റോമിലെത്തിയ ദിനങ്ങൾ 185 രാജ്യങ്ങളിൽ നിന്നുള്ള 33 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ റോമിലെത്തി. 31 ദശലക്ഷം വിശ്വാസികൾ എത്തുമെന്ന പ്രാരംഭ പ്രവചനങ്ങളെ മറികടക്കുന്ന കണക്കുകളാണ് വത്തിക്കാൻ പുറത്തുവിട്ടത്. ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തിയത് യുവജനങ്ങളുടെ ജൂബിലി ആഘോഷം നടന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ. മൊത്തം തീർത്ഥാടകരിൽ 62% യൂറോപ്പിൽ നിന്ന്. 2025 ജൂബിലി വർഷത്തിലാണ് ലോകം മുഴുവൻ റോമിലെത്തിയത്. 2024 ഡിസംബർ 24 സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വിശുദ്ധവാതിൽ തുറന്നുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തുടക്കം കുറിച്ച 2025 ജൂബിലി വർഷത്തിന് ജനുവരി 6 ഔദ്യോഗിക സമാപനം കുറിച്ചു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വിശുദ്ധവാതിൽ ലയോ 14 പാപ്പ അടച്ചതോടെ ഒരു വർഷം നീണ്ടുനിന്ന ജൂബിലി ആഘോഷത്തിനാണ് തിരശ്ശീല വീണത്. ജൂബിലി വർഷത്തിൽ 185 രാജ്യങ്ങളിൽ നിന്നായി 3.3 കോടിയിലധികം ആളുകൾ റോമിലെത്തിയതായി വത്തിക്കാൻ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇത് 31 ദശലക്ഷം വിശ്വാസികൾ ജൂബിലി വർഷത്തിലെത്തുമെന്ന പ്രാരംഭ പ്രവചനങ്ങളെ മറികടന്നു. അതായത് ദിവസേന ശരാശരി 90,000-ഓളം ജനങ്ങൾ. 35ഓളം പ്രധാന പരിപാടികൾക്ക് ജൂബിലി വർഷത്തിൽ വത്തിക്കാൻ വേദിയായി. യുവജനങ്ങളുടെ ജൂബിലി ആഘോഷം നടന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി 1,30,00,000-ഓളം ജനങ്ങളാണ് വത്തിക്കാൻ സന്ദർശിച്ചത്. മൊത്തം തീർത്ഥാടകരിൽ 62% യൂറോപ്പിൽ നിന്നാണ് വന്നത്. ഇറ്റലിയാണ് എണ്ണത്തിൽ 1-ാം സ്ഥാനത്ത്. വിശുദ്ധ വർഷത്തിൽ വിശ്വാസികളിൽ 4.67% പേർ സന്ദർശനത്തിനെത്തിയ ബ്രസീൽ 4-ാം സ്ഥാനത്തെത്തി. ഇത് ജൂബിലിയിൽ ശക്തമായ ലാറ്റിൻ അമേരിക്കൻ പങ്കാളിത്തത്തെയും സ്ഥിരീകരിച്ചു. റോമ നഗര ഭരണകൂടവും വത്തിക്കാനും തമ്മിലുള്ള അത്ഭുതപൂർവകമായ സഹകരണമാണ് ഇത്രയും വലിയൊരു പരിപാടി കാര്യക്ഷമമായി പൂർത്തിയാക്കാൻ സഹായിച്ചത്. ഏകദേശം 5 ലക്ഷത്തോളം അടിയന്തര വൈദ്യസഹായ ഇടപെടലുകളും 16 ലക്ഷത്തോളം ആശുപത്രി പ്രവേശനങ്ങളും ഈ കാലയളവിൽ കൈകാര്യം ചെയ്തു. 5000 സന്നദ്ധ പ്രവർത്തകരും ഓർഡർ ഓഫ് മാറ്റിയയിലെ 2000 അംഗങ്ങളും തീർത്ഥാടകർക്ക് സേവനവുമായി സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.